ഒഞ്ചിയത്തിന്റെ വീരപുത്രൻ മണ്ടോടിക്കണ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ന് 76 വർഷം. 1949 മാർച്ച് 4-നാണ് മണ്ടോടിക്കണ്ണൻ ലോക്കപ്പ് മുറിയിൽ രക്തസാക്ഷിത്വം വരിച്ചത്. പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ് സ്വന്തം ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തത്തിൽ കൈമുക്കി അരിവാൾ ചുറ്റിക വരച്ച വിപ്ലവ ധീരതയുടെ പര്യായമാണ് മണ്ടോടിക്കണ്ണൻ. ഒഞ്ചിയം 1939 മണ്ടോടിക്കണ്ണന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ രൂപീകരിച്ച ഗ്രാമം. ഒഞ്ചിയം രണസ്മരണകൾക്ക് 77 വർഷമാകുന്നു. ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ജനജീവിതത്തെ വേട്ടയാടിയിരുന്ന 40കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ജനങ്ങളെ സമരസജ്ജരാക്കി. 1948 ഫെബ്രുവരിയിൽ കൽക്കത്തയിൽ നടന്ന രണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറുമ്പ്രനാട് താലൂക്ക് കമ്മിറ്റി യോഗം ഒഞ്ചിയത്ത് ചേരാൻ തീരുമാനിക്കുന്നു. വിവരമറിഞ്ഞ് MSP സംഘം നേതാക്കളെ പിടികൂടാൻ മുക്കാളിയിൽ. പുലർച്ചെ 4-ന് അവർ മണ്ടോടിക്കണ്ണന്റെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കർഷകകാരനവർ പുളിയുള്ളതിൽ ചോയിയെയും മകൻ കണാരനെയും പിടികൂടി. പോലീസ് സേന ചെന്നാട്ടുവയലിലെത്തിയപ്പോഴേക്കും നാട്ടുകാർ തമ്പടിച്ചു. ജനക്കൂട്ടത്തിനു നേരെ MSP 17 റൗണ്ട് വെടിയുതിർത്തു. ചെന്നാട്ട് താഴെവയലിൽ 8 കമ്മ്യൂണിസ്റ്റ് പോരാളികൾ പിടഞ്ഞു വീണു. അളവക്കൻ കൃഷ്ണൻ, മേനോൻ കണാരൻ, പുറവിൽ കണാരൻ, പാറുള്ളതിൽ കണാരൻ, KM ശങ്കരൻ, CK ചാത്തു, VP ഗോപാലൻ, വട്ടക്കണ്ടി രാകൂട്ടി. മണ്ടോടിക്കണ്ണനും കൊല്ലാച്ചേരി കുമാരനും മൃഗീയ മർദ്ദനത്തെ തുടർന്ന് രക്തസാക്ഷികളായി. 1949 മാർച്ച് 4-നാണ് മണ്ടോടിക്കണ്ണൻ രക്തസാക്ഷിത്വം വരിച്ചത്. ലോക്കപ്പ് മുറിയിൽ ക്രൂരമർദ്ദനമേറ്റ് സ്വന്തം ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തത്തിൽ കൈമുക്കി അരിവാൾ ചുറ്റിക വരച്ച വിപ്ലവ ധീരതയുടെ പര്യായമാണ് മണ്ടോടിക്കണ്ണൻ. രാജാറാം തൈപ്പള്ളി എഴുതിയ മണ്ടോടിക്കണ്ണൻ സമരജീവിതം എന്ന പുസ്തകം ധീരവിപ്ലവകാരിയുടെ ത്യാഗോജ്വല ജീവിതം അടയാളപ്പെടുത്തുന്നതാണ്. മണ്ടോടിക്കണ്ണനെ പോലുള്ളൊരു സമരധീരന്റെ ചരിത്രം, അനുഭവം, ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക്, അത് അദ്ദേഹത്തിൻ്റെ സമര സാഹസികത പുതിയ തലമുറക്ക് പാടാവണം, പുതിയ തലമുറ പഠിക്കണം. അതിനു വേണ്ടിയാണ് ഈ പുസ്തകം പ്രചരിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. വിപ്ലവ സമരപാതയിലെ സൂര്യ തേജസ്സായി ഒഞ്ചിയം രക്തസാക്ഷികൾ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. AK ലതീഷ്, കോഴിക്കോട്.